ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ട്രാവൽ വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു അടിപൊളി സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിംഗ് ആണ്. മറ്റൊന്നല്ല, റെഡ്മി വാച്ച് 3 ആക്റ്റീവ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം. ഈ ഒരു റെഡ്മിയുടെ വാച്ച് 3 ആക്റ്റീവ് ഒരു 1.83 അൾട്രാ ലാർജ് LCD ഡിസ്പ്ലേ ആണ്. ഈ ഒരു വാച്ചിൽ നമുക്ക് അറൗണ്ട് 200+ വാച്ച് ഫേസസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ലൊരു സ്റ്റൈലിഷ് റെക്ടാങ്കിൾ ടൈപ്പ് വാച്ചാണ്. കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഹെൽത്ത് മോണിറ്ററിങ് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ഒരു 100+ ഫിറ്റ്നസ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലൂടൂത്ത് കോളും കാര്യങ്ങളൊക്കെ സപ്പോർട്ടഡ് ആണ്. 5 ATM വാട്ടർ റെസിസ്റ്റൻസ് ആണ്. നല്ല വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ 12 days യൂസ്, അതുപോലെ 8 days ഹെവി യൂസാണ് ബാറ്ററി ബാക്കപ്പ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ചെറിയൊരു മാഗ്നറ്റിക് ടൈപ്പ് ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് വരുന്നത്. ഒരു മാഗ്നറ്റിക് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ്, എങ്ങനെ കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ MI ഫിറ്റ്നസ് എന്നുള്ളൊരു ആപ്പ് വഴിയാണ് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഏകദേശം ഒരാഴ്ചയോളമായി യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി വാച്ചും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ സൈഡൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി, ഒരു ആപ്പിൾ വാച്ചിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ പോലെ വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ. ശരിക്കും പറഞ്ഞാൽ LCD ഡിസ്പ്ലേ ആണെങ്കിൽ നല്ലൊരു AMOLED ഡിസ്പ്ലേയുടെ ആ ഒരു എന്താ പറയുക ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ ടു വേക്കപ്പ് വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ കൈ മുകളിലേക്കാക്കുമ്പോൾ റേസ് ടു വേക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ ടോർച്ച് ലൈറ്റ്, നമുക്ക് അത്യാവശ്യം വെട്ടം കിട്ടും. പിന്നെ നമ്മുടെ ഫോൺ കണ്ടെത്താനായിട്ട് ദ ഫോൺ യു വിൽ റിംഗ്, നമുക്ക് ഫോൺ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ കണ്ടോ, സെറ്റിങ്സ് പോകാനായിട്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 200+ വാച്ച് ഫേസസ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, അതുപോലെ നടുക്ക് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാച്ച് ഫേസസും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ളത്. അറ്റ് എ ടൈം ഒരു 5 വാച്ച് ഫേസസ് ആണ്. അടുത്തത് വേണമെങ്കിൽ നമ്മൾ MI ഫിറ്റ്നസ്സിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. പിന്നെ കണ്ടോ, ഈ ഒരു ഓപ്ഷൻ വെച്ചാൽ ടേൺ ഫോർ 1 hour. നമ്മളൊരു മൂവി ഒക്കെ നോക്കുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ സൈലൻ്റ് ആക്കാനുള്ള ഒരു ഫീച്ചറാണ്. ടൈമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഒരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇതിൽ ക്ലീനിങ് വാട്ടർ, വെള്ളത്തിലെങ്ങാനും പോവുകയാണെങ്കിൽ ഇത് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു പ്രഷർ കൊടുക്കും. അപ്പോൾ ഉള്ളിലത്തെ വെള്ളം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ താഴേന്ന് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോഴാണ് ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വേക്ക് ഫോർ 5 minutes. അതുപോലെ ഇത് AMOLED ഡിസ്പ്ലേ അല്ലാത്ത കാരണം ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു വാച്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് റൈറ്റിൽ നിന്ന് നമ്മൾ സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വർക്കൗട്ട് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊടുക്കും. നമ്മുടെ എന്താ പറയുക, എത്ര കലോറീസ് ബേൺ ചെയ്തു, എത്ര സ്റ്റെപ്സ്, അതുപോലെ തന്നെ BP, ഹാർട്ട് റേറ്റ്, പൾസ് ഓക്സിമീറ്റർ, ടെമ്പറേച്ചർ, സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ മിസ് കോള് കാര്യങ്ങളൊക്കെ നമുക്ക് കോൾ എടുക്കാനും കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇതിൽ വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു 10 കോണ്ടാക്ട്സ് നമുക്കിതിൽ സേവ് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പിടിക്കുമ്പോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. സ്ട്രെസ് ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടുത്ത ഫീച്ചർ എന്ന് വെച്ചാൽ കോംപ്രഹെൻസീവ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് കാര്യങ്ങളുണ്ട്, സ്ട്രെസ്സ്, അതുപോലെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. കണ്ടോ, നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വന്നത്. പിന്നെ വരുന്നത് ഇവൻറ്റ്സ്. നമുക്ക് ശരിക്കും നമ്മുടെ മൊബൈലിലത്തെ കലണ്ടറായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവൻറ്റ്സും കാര്യങ്ങളും കിട്ടും. കണ്ടോ, നമുക്കിതിൽ ഇഷ്ടമുള്ള ഒരു 10 കോണ്ടാക്ട്സ് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏതൊക്കെ കോൾ വന്നു, പിന്നെ നമുക്ക് എന്താ പറയുക മ്യൂസിക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ക്യാമറ ഷട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അലാറം ഉണ്ട്, നമുക്ക് അലാറം വയ്ക്കാൻ പറ്റും. പിന്നെ സ്റ്റോപ്പ് വാച്ച്, അങ്ങനെ ധാരാളം ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരാണെങ്കിൽ ടൈമർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1 minute, 3 minute, 5 minute, 10 minute, 15 minute, അരമണിക്കൂറോ നമുക്ക് അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ യുവർ ഫോൺ വിൽ റിംഗ്, ഇത് നമുക്ക് ഫോൺ എവിടെയാണെന്ന് കണ്ടെത്താനുള്ളൊരു സൈലാണ്. അതുപോലെ തന്നെ സൈലൻറ്റ്, അലാം, റിംഗ് വോളിയം, അങ്ങനെ സൗണ്ട്സും വൈബ്രേഷനും നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ,
എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ആ ഒരു ലുക്സും ക്വാളിറ്റിയും തന്നെയാണ്. അതിന് ഡിസ്പ്ലേ നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ്, ഓട്ടോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഞാനിപ്പോൾ iOS-ലാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്മൾ MI ഞാനത് കാണിക്കാം. നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ചില സമയത്ത് മാത്രമേ വാച്ച് ഫേസസ് വരുള്ളൂ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയണം. ഓക്കെ, അതുപോലെ തന്നെ ബാറ്ററി സേവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാറ്ററി നല്ലൊരു 8 to 12 ദിവസമൊക്കെയാണ് ബാക്കപ്പും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ 2.5D കർവ്ഡ് ഹൈ സ്ട്രെങ്ത് ഗ്ലാസ് ആണ് പറയുന്നത്. അതായത് ബെറ്റർ വാട്ടർ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മെറ്റാനിക് ഫിനിഷ് മിഡിൽ ഫ്രെയിം കാര്യങ്ങളൊക്കെ, ഡു നോട്ട് ഡിസ്റ്റർബ്, നൈറ്റ് മോഡ്, ലേഔട്ട് നമുക്ക് ഗ്രിഡായിട്ടും ലിസ്റ്റായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിങ്ങനെ ലിസ്റ്റായിട്ട് വരും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഗ്രിഡായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കാണാനായിട്ട് നല്ല രസം. നമുക്കത് പഴയ രീതിയിൽ തന്നെ ഗ്രിഡായിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ പിൻ നമുക്ക് വേണമെങ്കിൽ പിൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ മറ്റുള്ളവർ നമ്മുടെ ഭാഷ നോക്കിയിട്ട് ഇപ്പോൾ ആരെ വിളിച്ചതൊന്നും അറിയാനും, പിന്നെ റീബൂട്ട്, കണക്ട് ന്യൂ ഫോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അബൌട്ട് വാച്ച്, അതായത് എൻ്റെ മോഡലും മാക് അഡ്രസ്സും സീരിയൽ നമ്പറൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. സ്ട്രാപ്പ് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റും. വൈറ്റ്, ബ്ലാക്ക്, ഒരു യെല്ലോ, അതുപോലെ തന്നെ ഒരു പെയിൽ ബ്ലൂ കളറ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. കാരണം ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല അടിപൊളി ക്വാളിറ്റി. ഇപ്പോൾ ഹാർട്ട് റേറ്റ് ആണെങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് HR സോൺ, അതുപോലെ തന്നെ ധാരാളം ഓപ്ഷൻസ്. എത്ര ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്, ഹൈ HR അലേർട്ട്, ലോ HR, ഹാർട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ സാച്ചുറേഷൻ്റെ ആണെങ്കിലും നമുക്ക് ആ ഒരു ഗ്രാഫ് അങ്ങനെ ഡീറ്റെയിൽഡ്. നമുക്ക് ഇതൊരു മെഡിക്കൽ ഗ്രേഡ് ആയിട്ടുള്ള സാച്ചുറേഷനോ ഹാർട്ട് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ബാക്കിയുള്ള ചൈനീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും കൂടി ഒതൻറ്റിക് ആയിട്ടുള്ള നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ സ്റ്റെപ്സ്, എത്ര കാലറീസ് ബേൺ ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ധൈര്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യണമെങ്കിൽ ടെക് ആൻഡ് ട്രാവൽ ടിപ്സിൻ്റെ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.